മെക്സവനെതിരെ ഉയർന്ന അതീവ ഗുരുതര ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു. നേരത്തെ തന്നെ മലബാറിൽ വലിയ പ്രചാരണം നേടിയ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് CPM ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മെക്സവനെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടുന്നത്. കോഴിക്കോട് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം ഈ മെക്സവനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ആദ്യം തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം TV ആണ്. ഈ ഒരു വിഷയം കൃത്യമായി തന്നെ നമ്മൾ പരിശോധിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. CPM നേതാവ് P. മോഹനന്റെ വെളിപ്പെടുത്തൽ അതിനിർണായകം തന്നെയായിരുന്നു. കാരണം മെക്സവന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് എന്ന് ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കേരളത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുമ്പോഴായിരുന്നു മെക്സവനുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് P. മോഹനൻ രംഗത്തെത്തിയത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരികയാണ്. കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയല്ലേ? വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ കാണുന്നത്. കാരണം അത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ്. അത് ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. നിരോധിക്കപ്പെട്ട PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തന്നെയാണ് ഈ മെക്സവന് പിന്നിലെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ P. മോഹനൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് കൃത്യമായ തെളിവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വീണ്ടും വലിയ ചർച്ചയായത്. അതിവേഗത്തിലായിരുന്നു ഈ മെക്സവന്റെ വളർച്ച. ആരോഗ്യം എന്നുള്ള ഒരു വലിയ സങ്കല്പത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ അജണ്ടയ്ക്കൊപ്പം എത്തിച്ചുകൊണ്ട് അവരുടെ കീഴിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഈ മെക്സവന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നടത്തിക്കൊണ്ടുള്ള അതിവേഗത്തിലുള്ള ദ്രുതഗതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു മെക്സവൻ ഉണ്ടായിരുന്നത്. കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ഇത്തരത്തിലുള്ള ഈ വ്യായാമ പരിപാടികളുടെ മെക്സവൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഗൗരവകരമായ ഒരു ആരോപണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെപ്പറ്റി സംസ്ഥാന പോലീസിന് അറിയായിരുന്നു. പക്ഷെ അവരും തന്നെ ഒരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് തന്നെ ഈ വിഷയം തുറന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ മറ്റ് CPM നേതാക്കളൊക്കെ തന്നെ മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു ആശയത്തിന്, ഈ ഒരു ചതിക്ക് പിന്നിൽ ഒരു മുസ്ലിമും വീണു പോകരുത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പരസ്യമായി ഗുരുതരമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോഴും ഈ മെക്സവനെതിരെ ഒരക്ഷരം പോലും ഇടാൻ ഇടത് വലത് മുന്നണി നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതകരമായ കാര്യം. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പലതരത്തിൽ നടത്താനുള്ള അതീവ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് നേരത്തെ തന്നെ രഹസ്യ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിന് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ സംഘങ്ങൾക്ക്, ഭീകരർക്ക് കൃത്യമായി താവളം ഒരുക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇടത് വലതു സർക്കാരുകൾ അതോടൊപ്പം തന്നെ ഇടത് വലത് മുന്നണികൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ കണ്ടതാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ ശക്തികളെ രാജ്യത്തിനെതിരെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ പ്രവർത്തിക്കുന്നവരെ കൃത്യമായി അമർച്ച ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യമില്ലാതെ അമർച്ച ചെയ്യാനുള്ള ഓരോ നിർണായക നീക്കങ്ങൾ വരുമ്പോഴും അതിനെ ചെറുക്കുക, അതിനെതിരെ പ്രതിഷേധം ഉയർത്തുക എന്നതാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അത് ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ചെറുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തീവ്രവാദത്തിന്റെ വിളനിലമാണ് കേരളം. അതനുസരിച്ചുള്ള ഒരു തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. PFI നിരോധനത്തിന്റെ സമയത്തും കേരളത്തിൽ ഉണ്ടായ കോലാഹലങ്ങൾ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇരവാദം ഉയർത്തിക്കൊണ്ട് ഈ ഇടത് വലത് മുന്നണി നേതാക്കൾ ഈ വിഷയത്തെ എങ്ങനെ സമീപിച്ചു എന്നറിയാം. എന്തായാലും ഏറ്റവും പുതിയതായി പുതിയ രൂപത്തിലേക്ക്, പുതിയ ആശയത്തിലേക്ക്, പുതിയ പ്രവർത്തന മേഖല തേടി മെക്സവൻ അടക്കം വരുമ്പോൾ ഏറെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് അടിവരയിട്ട് വീണ്ടും ഓർമ്മിപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഏറെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഇതുവരെ മെക്സവന്റെ പരിപാടികളിൽ, വ്യായാമ പരിപാടിയിൽ പങ്കെടുത്തവരെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, ആരൊക്കെ ഈ പരിപാടികളിൽ പങ്കെടുത്തു, ആരൊക്കെ ഈ ആശയവുമായി മുന്നോട്ട് പോകുന്നു, ആരൊക്കെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി മുന്നോട്ട് പോകുന്നു, ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് സമസ്തയും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മെക്സവന്റെ പ്രവർത്തനങ്ങൾ, അതിൽപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ എന്നിവ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്.